ഒരു ഫോട്ടോ ഇടും, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് ഇടും, ക്യാപ്ഷൻ നോക്കണ്ട, ഇടൂല. വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വേണ്ടവർ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളിലും നിലപാട് അറിയിക്കുന്ന വ്യക്തിയാണ് വിനായകൻ. നടന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വൈറലാകാറുമുണ്ട്. ദിലീപിനെ കാണാൻ പോയ രഞ്ജിത്തിന്റെ ചിത്രം ഈ അടുത്ത ദിവസം വിനായകൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഇത് ചർച്ചയാവുകയും ചെയ്തിരുന്നു. മാന്യന്മാരാണെന്ന് കരുതുന്നവരെയാണ് താൻ വിമർശിക്കാറുള്ളത് എന്നാണ് വിനായകൻ ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഞാൻ പങ്കുവയ്ക്കുന്ന എല്ലാ പോസ്റ്റും ചില ആളുകൾ വിട്ടുകളയുന്ന കാര്യങ്ങളാണ്. ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരുത്തിന് കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ പോസ്റ്റ് ഇടുന്നത്. കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയും. വിമർശനമാണ് ഞാൻ ഇടുന്നത്. അത് അവർ ഏറ്റെടുത്താൽ ഞാൻ അത് മാറ്റും. സംവിധായകൻ രഞ്ജിത്തിനെതിരായ പോസ്റ്റും ഇത്തരത്തിൽ ഉള്ളതാണെന്ന് വിനായകൻ പറയുന്നു. ഈ ലോകത്ത് മാന്യൻ എന്ന് പറയുന്ന അമാന്യനെ ഞാൻ ചീത്ത പറയും. മാന്യൻ എന്ന് പറയുന്ന വെള്ളപൂശിയ കുഴിമാടങ്ങളെ ഞാൻ എന്നും മുഖത്ത് നോക്കി ചീത്ത പറയും. അതൊരിക്കലും സിനിമാ ജീവിതത്തെ ബാധിക്കില്ല എന്നാണ് ഒരുത്തി, പട എന്നീ സിനിമകൾ വ്യക്തമാക്കുന്നത്. കോവിഡിന്റെ മരുന്ന് ഏറ്റവും ഡേർട്ടായ വിനായകനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് വരും. എൻ്റെ പേഴ്സണൽ ലൈഫിന് യാതൊരു പ്രസക്തിയുമില്ല. ഇതാണ് റിയാലിറ്റി. ഐ ആം നോട്ട് എ ഡേർട്ട്. ഞാൻ അതിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾ പറയുന്നതാണ്. എനിക്കങ്ങനെയല്ല. ഐ ആം നോട്ട് എ ഡേർട്ട്. ഞാൻ ഭയങ്കരനാണ് എന്നാണ് വിനായകന്റെ വാക്കുകൾ. IFFK ഉദ്ഘാടന വേദിയിൽ ഭാവന അതിഥിയായി എത്തിയപ്പോൾ പോരാട്ടത്തിന്റെ പെൺ പ്രതീകമെന്ന് വിശേഷിപ്പിച്ചാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്ത് അവരെ വേദിയിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ ഇതിനു പിന്നാലെ രഞ്ജിത്തിന് നേരെ വിമർശനങ്ങൾ ഉയരുകയായിരുന്നു. വേട്ടക്കാരനൊപ്പം നിന്ന അതേ ആൾ തന്നെ ഭാവനയെ പോരാട്ടത്തിന്റെ പ്രതീകമെന്ന് വിശേഷിപ്പിച്ചു എന്നായിരുന്നു മുഖ്യ വിമർശനം. ഇതിനു പിന്നാലെയാണ് വിനായകൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. എന്നാൽ ദിലീപിനെ ജയിലിൽ പോയി കാണുക എന്നൊരു ലക്ഷ്യം തനിക്ക് ഉണ്ടായിരുന്നില്ലെന്നും അപ്രതീക്ഷിതമായി എത്തിപ്പെട്ടതാണ് എന്നായിരുന്നു സംഭവത്തിൽ രഞ്ജിത്തിന്റെ വിശദീകരണം. രഞ്ജിത്തിന്റെ ചിത്രം ചർച്ചയായതോടെ വിനായകൻ മറ്റെല്ലാ പോസ്റ്റുകളെയും പോലെ ഇതും ഡിലീറ്റ് ചെയ്തിരുന്നു. ഒരുത്തി സിനിമയുടെ പ്രസ് മീറ്റിൽ വിനായകൻ നടത്തിയ എല്ലാ പ്രസ്താവനകളും സോഷ്യൽ മീഡിയയിൽ കീറിമുറിക്കപ്പെടുകയാണ്. അത് ഒരു സാധാരണക്കാരി ഒരു വലിയ ഇതേപോലെയുള്ള കോർപ്പറേറ്റിനോട് അതായത് നമ്മള് പോലീസ് സ്റ്റേഷൻ കാണാത്ത രാധാമണി ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ